സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഈ സമയം ഏതെന്നും നിങ്ങൾ ഉറക്കം വിട്ട് ഉണരേണ്ട സമയം വന്നിരിക്കുന്നുവെന്നും അറിഞ്ഞ് ഇവയൊക്കെയും ചെയ്യുക. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം സമീപസ്ഥമായിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യലഹരികളിലുമല്ല, അശുദ്ധ ശയനങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, കലഹത്തിനും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവരായി ശ്രമിക്കരുത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അത് AD 50-57 കാലഘട്ടത്തിലാണ്. ഈ ലേഖനത്തിൻ്റെ പൊതുവായ ചിന്താവിഷയം സത്യസുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ കൂടിയല്ലാതെ വീണ്ടെടുപ്പില്ലെന്നും അതിന് ഏറ്റവും അനുയോജ്യമായ സമയം അടുത്തിരിക്കുക മാത്രമല്ല, ഇതാ വളരെ സമീപിച്ചിരിക്കുന്നുവെന്നും നാം അറിയാത്തതുകൊണ്ട് ജാഗരിച്ച് ഉണർന്നും പ്രാർത്ഥിച്ചുമിരിക്കുവിൻ എന്ന് പ്രസ്താവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, സമയത്തെ വിവേകിച്ച് ആത്മീയ നിദ്ര വിട്ട് ഉണരേണ്ട സമയം അടുത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു തിടുക്കബോധം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഒരു തിടുക്കബോധം ഉണ്ടായിരിക്കണം. നാം ദാസന്മാർ എന്ന നിലയിൽ യജമാനൻ മടങ്ങി വരുമ്പോൾ നമ്മെ വിശ്വസ്തരായി കാണപ്പെടണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 33-ൽ പറയുന്നത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സാദൃശ്യമാകുന്നു. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ മുഴുവനും പുളിച്ചു വരുവോളം ചേർത്ത് വച്ചു. സ്തോത്രം. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സാദൃശ്യം. പുളിച്ച മാവ് മറ്റു മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ സുവിശേഷം ലോകം മുഴുവൻ വ്യാപരിക്കണം. ഈ ലോകത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകണം. യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ കടുകുമണി പോലെ ദൈവരാജ്യം ആരംഭിച്ചു. യേശു പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ആരംഭിച്ചപ്പോൾ വളരെ ചെറിയ കൂട്ടം മാത്രമാണ് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തത്. അനേകർ യേശുവിനെ തിരസ്കരിച്ചു. സ്വന്തം ജനം അവനെ പരിഹസിച്ചു, നിന്ദിച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ പ്രാണനെ പേടിച്ച് ഓടിക്കളഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മ ശക്തിയാൽ ഒരു ചെറിയ കൂട്ടമായതിൽ നിന്നും വലിയ സഭകളുണ്ടായി. ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പടർന്നു പന്തലിച്ച് വേരുറപ്പിച്ചിട്ടുണ്ട് വലിയ വലിയ സഭകൾ. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ദേശങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം എത്തിക്കുവാൻ അനേകർ കർത്താവിൻ്റെ വയൽപ്രദേശത്ത് ദിനംതോറും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ വേളയിൽ കർത്താവ് വിതച്ച വിത്താണ് ഇന്ന് ലോകത്തിൽ വളരുന്നത്. യേശുവിൻ്റെ വിശ്വസ്തരായ അപ്പോസ്തലന്മാർ അതിന് വെള്ളമൊഴിച്ചു. സ്തോത്രം. നാം ഓരോരുത്തരും ഇന്ന് ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടവരാണ്. നമ്മുടെ ജോലി വെള്ളമൊഴിക്കുക എന്നതാണ്. വളർത്തുന്നത് ദൈവമാണ്. നാം വായിച്ച വചനത്തിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ രക്ഷയുടെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് ആത്മീയ മയക്കം വിട്ട് ഉണരുക, ഉണർന്ന് പ്രകാശിക്കുക.
നിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. രക്ഷയുടെ സമയമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കർത്താവിൻ്റെ വീണ്ടും വരവാണ്. ഈ ദിവസം അധികം ദൂരമില്ല. കർത്താവിൻ്റെ വീണ്ടും വരവിന് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ദിവസമാണത്. അതാണ് ലോകലക്ഷണങ്ങൾ വിളിച്ചു പറയുന്നത്. യേശു കർത്താവ് വീണ്ടും വരുമ്പോൾ സകല വിശ്വാസികളുടെയും ശരീരങ്ങൾ ഉയർക്കും. അതായത് രക്ഷയുടെ അവസാനത്തെ പടി ശരീരങ്ങളുടെ ഉയർപ്പല്ലെങ്കിൽ വീണ്ടെടുപ്പാണ്. സ്തോത്രം. യേശുവിൽ വിശ്വസിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ അവസാനത്തെ സ്റ്റെപ്പ് അടുത്തടുത്തുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയം കൃത്യമായി നമുക്ക് പറയുവാൻ പറ്റുകയില്ല. അതറിയുന്നവൻ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ. അത് പിതാവായ ദൈവം മാത്രമാണ്. യേശു കർത്താവ് വീണ്ടും വരുവാൻ അധികം താമസിക്കില്ലെന്നും അന്ന് വിശുദ്ധന്മാർ ചേർക്കപ്പെടുമെന്നുള്ള നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദിനംതോറും വർദ്ധിച്ചു വരണം. അതിന് ഇന്ന് സാധിക്കുന്നില്ല. കർത്താവ് അപ്രതീക്ഷിതമായി രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ വരുമ്പോൾ അവനോട് ചേരുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ നിമിഷം കർത്താവ് വന്നാൽ നാം പോകുവാൻ തയ്യാറാണ്. ക്രിസ്തു സകല വിശ്വാസികളോടും പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരിക്കുവിൻ. ആ കാലം എപ്പോൾ വരുമെന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പിൻ. സ്തോത്രം. കർത്താവിൻ്റെ ഹിതം എപ്പോഴും നാം ചെയ്ത് ഒരുങ്ങിയിരിക്കണം. നാം ദൈവഹിതം അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ നാം ഒരുങ്ങിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ യേശു കർത്താവ് വരുമെന്ന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം വരുത്തും. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം നാം ഒരുപക്ഷെ വർദ്ധിപ്പിക്കും. നമ്മുടെ ഇടപാടുകൾക്ക് ക്രമീകരണം വരുത്തും. നമ്മുടെ പാപ സ്വഭാവങ്ങൾക്ക് നാം ക്രമീകരണം വരുത്തും. ഒരുപക്ഷെ ഊണും ഉറക്കവുമില്ലാതെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. കർത്താവിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ തന്നെ മാറും ആ ദിവസത്തെക്കുറിച്ച് നാം അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു ന്യൂസ് നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം വ്യത്യാസം വരുത്തേണ്ട ആവശ്യം ഇല്ല. കാരണം കർത്താവ് ഏത് നിമിഷവും വരാം. അടുത്ത നിമിഷം വന്നാൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ? യേശു നാളെ വരുമെങ്കിൽ നാം എന്ത് ചെയ്യുകയായിരിക്കും? കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ പെട്ടെന്ന് വന്ന് നമ്മളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കുമ്പോൾ അവൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നാം ഉറങ്ങാതിരിക്കുന്നവരായി കാണണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി കാണണം. അന്ധകാരത്തിൻ്റെയും പാപത്തിൻ്റെയും രാത്രി, അതായത് സാത്താൻ്റെ സാമ്രാജ്യം കഴിയാറായി. പകൽ അടുത്തിരിക്കുന്നു. കർത്താവ് വന്ന് എന്നേക്കുമായി സാത്താനെ തോൽപ്പിക്കും. അതുകൊണ്ട് നാം പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുട്ടിൻ്റെ വസ്ത്രം മാറ്റി വെളിച്ചത്തിൻ്റെ വസ്ത്രം ധരിച്ചു കൊള്ളുവിൻ. അതാണ് ദൈവവചനം പറയുന്നത്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മുടെ മുൻകാല ജീവിത രീതി പരിഗണിച്ച് വഞ്ചനയുടെയും മോഹങ്ങളിൽ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന പഴയ മനുഷ്യനെ നാം പൂർണ്ണമായി ഉരിഞ്ഞു കളയണം. അന്തരാത്മാവ് പുതുക്കം പ്രാപിക്കണം. സത്യത്തിൻ്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ തന്നെ നാം ധരിക്കണം. ആത്മീയ മയക്കത്തിൽ കിടക്കുന്നവരോട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നത്,
നിങ്ങൾ വ്യാജം ഉപേക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ അയൽക്കാരനോട് സത്യം സംസാരിക്കുവിൻ. നാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണല്ലോ. യേശു വരുമ്പോൾ നാം ഏത് വേഷത്തിലാണ് കാണപ്പെടുന്നത്, ഏത് അവസ്ഥയിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്? നാം കോപിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ കർത്താവിന് നമ്മെ ചേർക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും അസൂയവും കൊലപാതകവും കലകവും വഞ്ചനയും പകയും ഏഷണിയും പരദൂഷണവും വിട്ട്, അതുപോലെ തന്നെ ആത്മപ്രശംസയും തിന്മ കണ്ടെത്തുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും വാത്സല്യമില്ലാത്തവരും കനിവ് ദയ കരുണ ഇവയില്ലാത്തവരും കർത്താവായ യേശുക്രിസ്തുവിനെ, അങ്ങനെയുള്ളവരെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. യേശുവാണ് നമ്മുടെ പകൽ, യേശുവാണ് നമ്മുടെ വെളിച്ചം, യേശു മാത്രമാണ് നമ്മുടെ വഴിയും സത്യവും ജീവനും. ആ യേശുവിൽ കൂടി മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. ആ യേശുവിൽ കൂടി മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയുള്ളൂ. നാം യേശുവിനെ ധരിക്കുന്നതിന് മുമ്പ് അന്ധകാരത്തിൻ്റെ വസ്ത്രം നാം മുഴുവനായും ഉരിഞ്ഞു കളയണം. നാം പാപസ്വഭാവമുള്ള നമ്മുടെ പഴയ മനുഷ്യനെ മാറ്റിവെച്ചവരായി തീരണം. സ്തോത്രം. നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരണം. നാം നമ്മളിൽ നിന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ ഉളവാകണം. നാം എല്ലാവരും ആത്മീയ മയക്കം വിട്ട് ഉണർന്നിരിക്കുന്നവരായിത്തീരണം. നാം ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വിലവാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കണം. നമ്മളിൽ നിന്ന് ദിനംതോറും ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കണം. നാം അങ്ങനെയായി തീരട്ടെ. ഈ വചനം കേട്ട എല്ലാവരും അങ്ങനെയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.